നിങ്ങൾ എവിടെ പോയി കംപ്ലൈന്റ്? ആരോടാ കംപ്ലൈന്റ് ചെയ്യുന്നത്? കടക്കാരനെ പിടിക്കത്തുള്ളൂ. അവർ കൊല്ലറിയാമോ അവരെന്താ ചെയ്തത് കൊണ്ട് വന്നേക്കുന്നതെന്ന്? ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ലിത്. അവൻ ആ പാവപ്പെട്ട നീ സാർമാരെ കാണുമ്പോൾ തന്നെ ഒരു 10-500 രൂപ കൊടുത്തിട്ടങ്ങ് വിടുകയാണ്. നീ ഇതും കൊണ്ട് പോ, നമ്മുടെ ശല്യം ഒഴിഞ്ഞ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് വകുപ്പ്. വല്ല മനസ്സിലായ? ഇനി മായം ചേർക്കാൻ നിയമമുണ്ടെന്നുള്ളതിന്റെ വകുപ്പ് ഞാൻ അരിയിരിക്കാത്ത കല്ലിടാൻ നിയമമുണ്ട്. ഇത്ര % വരെ കല്ല് അനുവദനീയമാണ്. മനസ്സിലാക്കണം. ഇവരാണ് നമ്മളെ ഭരിക്കുന്നത്. ആരാ? ഈ മായം ചേർക്കുന്നവൻ. പാവപ്പെട്ട കടക്കാരൻ, അവന് അത്താഴപ്പട്ടിണിക്കാരൻ ഇച്ചിരി സാധനം മേടിച്ചുകൊണ്ട് വന്നിട്ട് അവന്റെ സാധനം എടുത്തിട്ട് പോകുന്നേ. ഇപ്പൊ വെളിച്ചെണ്ണയ്ക്കകത്ത് മായം ചേർത്തിട്ടുണ്ട്. മായം ചേർക്കുന്നവനാണോ പിടിക്കുന്നേ? അല്ല. ഒരു ചാക്ക് അരിയിൽ 10 എലിക്കാഷ്ടം വരെ അനുവദനീയമാണ്. എഴുതി വെച്ചു, ഇത് എഴുതി വെച്ചു. ഇത് ആരോട് ഏത് കൂട്ടിനെ വിളിച്ചേക്കണം? ഒരു ചാക്ക് അരിയില്ലേ? പണ്ടിതിനെ വകുപ്പ് ഇത് നേരത്തെ ഉണ്ടാക്കിയ നിയമമാണ്. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടുകളിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അര കിലോ 1 കിലോ 1 കിലോ വരെ അരി മേടിച്ചുകൊണ്ടെന്ന് വൈകുന്നേരം കൊണ്ടുവന്ന് കഞ്ഞി വെച്ച ഒരു സംസ്കാരം ഉണ്ടായിരുന്നു നമുക്ക്, ഇല്ലേ? അന്നൊരു വീട്ടിൽ 10 കിലോ അരി കൂടുതൽ ഒരു വീട്ടിൽ ഒരാൾ മേടിക്കില്ല. അപ്പൊ 10 കിലോ അരി മേടിച്ചാൽ 10 എലിക്കാഷ്ടം വരെ അതിനകത്ത് കിടക്കാം. എന്തിനാ ഓയിൽമെന്റ് ഓടിച്ചിട്ട് പിടിക്കുന്ന അറിയോ? അറിയില്ല. ഇൻഷുറൻസ് കമ്പനിക്കാരനാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഇൻഷുറൻസ് കമ്പനിക്കാരന്റെ കാശ് പോകുന്നു. അല്ല, നിങ്ങളുടെ തല പോയിട്ടൊന്നുമല്ല ഹെൽമെറ്റിന്റെ പുറകെ കിടക്കുന്നത്. നമ്മൾ പഠിക്കുന്നില്ല ഇത്. അല്ല, വേറെ ഒരു ജോലിയില്ല, ഹെൽമെറ്റിന്റെ പുറകെ നടക്കുക. കാരണം അവന് കാശ് പോകുന്നു. അവന് ഒരു ചത്തുപോയി കഴിഞ്ഞാൽ അവന് കാശ് കൊടുക്കണ്ടേ? വേറെ എന്തെല്ലാം നടക്കുന്നു ഇവിടെ, എന്തെല്ലാം തോന്നിവാസം നടക്കുന്നു. ഇതൊന്നും പിടിക്കാൻ സമയമില്ല. ഹെൽമെറ്റുകാരന്റെ പുറകെ ഓടിച്ചിട്ട് പിടിക്കുക. ചിന്തിക്കുന്നില്ല നമ്മള്. എന്തുകൊണ്ടാണ് ഈ പെട്രോളിന് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. നമ്മൾ ഇനി ബോധവാന്മാരായേ രക്ഷയുള്ളൂ. വേറെ ഒരു വഴി നമ്മുടെ കയ്യിലില്ല. ഇതൊക്കെ പഠിച്ചു വെക്കാതെ ഇനി നമ്മൾ അടുത്ത തലമുറ, നമ്മുടെ മക്കൾ ഇനി ജീവിക്കാൻ പറ്റൂല ഇവിടെ. ഈ നമ്മുടെ അടുത്ത തലമുറ നിങ്ങൾ ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് വെറും നികൃഷ്ടമായ രീതിയിലേക്ക് പോകാൻ പോവാണ്. ഈ കുട്ടികളെയാണ് നിങ്ങൾ വാർത്തെടുക്കാൻ പോകുന്നത്. ഇന്ന് തന്ത മരിച്ചു കിടക്കുമ്പോൾ പോലും വെള്ളത്തിന്റെ കണക്ക് പറഞ്ഞിട്ടാണ് വൈകുന്നേരം കത്തിക്കുന്നത്, അറിയോ? ഇപ്പൊ എല്ലായിടത്തും ചാരായത്തിന്റെ പുറത്താണ് പാർട്ടി നടക്കുന്നത്. ഇന്നും കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഇവിടെ മേശിരി പഠിക്കുന്ന ഒരുത്തൻ ചോദിക്കുന്നതാണ്, അച്ഛൻ മരിച്ചു കിടക്കുന്നത്, അതിന്റെ പാർട്ടിയില്ലെന്ന്. ഈ കാലത്തിലേക്ക് പോവുക നമ്മള്. തന്ത മരിച്ചു കിടക്കുന്നതിന്റെ പാർട്ടി. അപ്പൊ എന്തെങ്കിലും ഒരു കാരണം, ഒരു ബെന്യം മേടിച്ചാൽ അതിനും പാർട്ടിയാ. ഒരു ഷർട്ട് മേടിച്ച ഉടനെ അതിന് പാർട്ടി നടത്തണം, വേണ്ടേ? ചെലവ് ചെയ്യണം. ആ പരുവത്തിലേക്ക് പോവാണ്. ഈ വെള്ളം അടിച്ചിട്ട് ഇവനുണ്ടാക്കുന്ന കുട്ടി എങ്ങനെ ഇരിക്കും? പറ നിങ്ങള്. ഒരു തെമ്മാടി ഉണ്ടാവുന്നത് ആ കുട്ടിയുടെ കുറ്റം കൊണ്ടല്ല. നിങ്ങളാണ് അതിന്റെ കാരണക്കാര്. നിങ്ങൾ അമ്മയും അച്ഛനാണ് അതിന്റെ കാരണക്കാര്. അമ്മയല്ല കൂടുതലും, അച്ഛനാണ് അതിന്റെ കാരണക്കാര്. ഒരു മകൻ എവിടെ തെമ്മാടിയാവുന്നു അതിന്റെ മൂൾ കാരണം 100% അതിന്റെ ഉത്തരവാദിത്വം അച്ഛന്റെ കയ്യിലാണ്. അവൻ ഇറങ്ങി വരുമ്പോഴൊന്നും അല്ല അവന് യാതൊരു വളർച്ചയില്ല മനസ്സിന്റെ. ആദ്യം വളരുന്ന സെറിബറമാണ്, അറിയോ? സെറിബറമാണ് ആദ്യം വളരുന്നത്. ആദ്യം നമ്മുടെ തലയ്ക്കകത്തുണ്ടാകുന്ന സാധനം ആദ്യം ഉണ്ടാകുന്ന അതാണ്. അവിടെ വെച്ച് അമ്മയുടെ വയറ്റിനകത്ത് വെച്ച് തന്നെ നമ്മുടെ ഏത് തരത്തിലാണ് വെളിയിലോട്ട് വരുന്നതെന്ന് ഡിക്ലെയർ ആണ്. വെളിയിൽ വന്നതിന് ശേഷം പിന്നെ അവനെ നിയന്ത്രിക്കാൻ നിങ്ങളെ കൊണ്ട് ഒന്നും പറ്റൂല. എപ്പോഴും തീർന്നു വെച്ചു. ഒരു ബ്രാഹ്മണന്റെ കുട്ടി എപ്പോഴും ശ്രദ്ധിച്ചോണം, ആ അച്ഛന്റെ സ്വഭാവം അനുസരിച്ച് മക്കളും ശാന്തന്മാരായിരിക്കും. കണ്ടണ്ട? വെള്ളം അടിക്കുന്നവന്റെ ഒക്കെ മക്കളും അങ്ങനെ തന്നെ പോകുന്നത്. എന്നാ വെള്ളം അടിക്കാത്തവന്റെ മക്കളെ നോക്കിക്കൂ. ശ്രദ്ധിച്ചിട്ടോ നിങ്ങൾ തന്നെത്താനും നയവിറക്കി നോക്ക്. ഒന്ന് ശ്രദ്ധിച്ചിട്ടു പുറമിലോട്ടൊന്ന് പോകും. അപ്പൊ എന്താ നിങ്ങൾ നിങ്ങൾ തന്നെ അടുത്ത തലമുറയ്ക്ക് നിങ്ങൾ തന്നെ കുട്ടിയെ ശ്രദ്ധിച്ച് വായി ബീഡിയും വെച്ചും കൊണ്ട് മോനെ ബീഡി വലിക്കുന്നതിന് അടിക്കുന്ന തന്തമാരെ എന്ത് പറയണം? അയാളുടെ വായിൽ നിൽക്കുക ബീഡി, ഇനി ഈ മേലെ ബീഡി വലിക്കൂടാന്ന് ചോദിച്ചാൽ അടി ഇല്ലേ? അപ്പൊ ഇവന് ആദ്യമേ ഈ കുട്ടിയെ സൃഷ്ടിച്ചപ്പോ പഠിക്കണമായിരുന്നു. ഇനിയുള്ള വഴി ഒന്നേ ഉള്ളൂ. അവനെ നേരെ നടത്തണമെങ്കിൽ നമ്മുടെ മക്കൾ എപ്പോഴും നമ്മുടെ തന്തമാരാണെന്ന് മനസ്സിലാക്കണം. കുട്ടികള് തന്തയ്ക്ക് മുമ്പുണ്ടാവണമെന്ന് പറയുന്ന കേട്ടില്ലേ? സത്യമാണത്. മൂത്തത് തന്തല്ല, മൂത്തത് മോനാ. കാരണം ഇയാളുടെ 50 വർഷത്തെ പരിചയവും 50 വർഷത്തെ പാരമ്പര്യവും 50 വർഷത്തെ സംസ്കാരവും കൂടാണ് നീ സൃഷ്ടിച്ചു വെച്ച ഈ കൊച്ച്. പ്ലസ് അവന്റെ 21 വയസ്സും കൂടെ അപ്പൊ എത്രയായി? ആരാ മൂത്തത്? മകനാ മൂത്തത്. ശരിയല്ലേ? നിന്റെ മൊത്തവും അറിവും സംസ്കാരവും എല്ലാം കൂടെ ആണോ നീ ഇങ്ങോട്ട് പടച്ചു വെച്ചത്? ഇല്ലേ? പിന്നെ അവന്റെ 21 വയസ്സിൽ അവന് കുട്ടി അറിവില്ലേ? അപ്പൊ മൂത്തയാരാ?
മോൻ തന്നെയാണ്. അപ്പം എപ്പോഴും നമ്മൾ മനസ്സിലാക്കിക്കോണം, അതും അനുസരിച്ച് വേണം പിള്ളേരെ വഴക്ക് പറയാനും അടിക്കാനും പിടിക്കാനും ഒക്കെ പോകുമ്പോ. നീ ആരായിരുന്നു? കുട്ടിക്കാലത്ത് തന്ത ഏത് ഭാര്യയായിരുന്നു? അതിന്റെ 10 ഇരട്ടി മോൻ കാണിച്ചിരിക്കും, ഒരു സംശയം വേണ്ട. സാക്സ് ഓയില്, മിനറൽ ഓയിൽ, ലിക്വിഡ് പാരഫിൻ, ലിക്വിഡീയം പാരഫീയം, US കെറോസിൻ. ഇതിനകത്ത് ലിക്വിഡീയം പാരഫീയം എന്നാണ്, ഇതിനകത്ത് മിനറൽ ഓയിൽ എന്നാണ്, ഇതിനകത്ത് മിനറൽ ഓയിൽ എന്നാണ്. ഈ കാണുന്ന കനച്ച കാറിയ വെളിച്ചെണ്ണ എങ്ങനെയാണ് ട്രിപ്പിൾ റിഫൈൻ ആവുന്ന നോക്കണം. നല്ല വെളിച്ചെണ്ണയാണെങ്കിൽ ഇത് കട്ടിയാവുന്നോ? ഇല്ല, നല്ല വെളിച്ചെണ്ണ കട്ടിയാവും. പണ്ട് നമ്മള് ഈ തണുപ്പ് വരുമ്പോ ചൂട് കൊണ്ടിട്ട് ഉരുക്കുമായിരുന്നു. ഇത് നല്ല ആവിയല. ഒറിജിനൽ പാരച്ചൂട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ഒരു തുള്ളി വെളിച്ചെണ്ണയില്ല, അതൊരിക്കലും കട്ടിയാവൂല. അത് കട്ടിയാവും. ഇത് കട്ടിയായി, ഇത് കട്ടിയായി. കട്ടിയാവുന്നത് ഒറിജിനല്, കട്ടിയാവത്തില്ല. ഇത് നോക്കിക്കോളൂ, ഇതെങ്ങനെയാ റിഫൈൻ ആവുന്നതെന്ന് നോക്കിക്കോളൂ. ഇനി അവന്റെ ജീവിതത്തിൽ കട്ടിയാവില്ല. ഇത് ഡബിൾ റിഫൈൻ, ട്രിപ്പിൾ റിഫൈൻ ഓയിലായി. കണ്ട ഈ കളർ എങ്ങോട്ട് പോയി? ഇനി ഇതൊന്ന് മണപ്പിച്ച് നോക്കിയേ, വെളിച്ചെണ്ണയാണോ ഇല്ലയോ നോക്കിയേ. നിങ്ങൾ വീട്ടിൽ മേടിക്കുന്ന വെളിച്ചെണ്ണയാണോ ഇല്ലയോ നോക്കിയൊന്ന്. അതല്ലേ പറഞ്ഞ അതിന്റെ മണം മാറിയാണ്. ഇത് കനച്ചത് ബന്ധവുമില്ല, അതിന്റെ എസൻസ് മാർക്കറ്റിലുണ്ട്. വെളിച്ചെണ്ണയുടെ മണം കിട്ടും മാർക്കറ്റിൽ. ആ മണം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. മണം ഒഴിക്കുക. ഇതിപ്പോ ജാസ്മിന്റെ എസൻസ് ഒഴിച്ചപ്പോ ഇത് ജാസ്മിനായി. വെളിച്ചെണ്ണയുടെ എസൻസ് ഒഴിക്കുന്നു. മിനറൽ ഓയിലിനകത്തോട്ട് തന്നെ എല്ലാത്തിന്റെ ഏതിന്റെ മണം വേണം അത് ഒഴിച്ചു. പറഞ്ഞു മനസ്സിലായില്ല? മനസ്സിലായില്ലയോ? ഈ ഒരൊറ്റ സാധനം മതി. എവനാണ് വില തീങ്ങി വഹിക്കുന്ന എണ്ണയുടെ? നിങ്ങൾ വെളിച്ചെണ്ണയുടെ വിലയോ, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നല്ലെണ്ണയുടെ വിലയോ, അല്ലെങ്കിൽ നിങ്ങൾ കടുകെണ്ണയുടെ വിലയോ ഒക്കെ തീരുമാനിക്കുന്നത് എവനാണ്. കടുകെണ്ണ ആയാലും ഇത് തന്നെ, നല്ലെണ്ണ ആയാലും അതിന്റെ കളർ ചേർക്കും, അത്രേ ഉള്ളൂ. കളറും അതിന്റെ മണവും. കളറും കണ്ട് ആന കാര്യം ഇരിക്കുന്ന. അതിന് ഉദാഹരണം പറഞ്ഞുതരാം, ഒരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞുതരാം. അമ്പലത്തിൽ പോലും നമ്മളൊക്കെ ഇല്ലേ? അമ്പലത്തിൽ പോകുമ്പോ അമ്പലത്തിലെ ശ്രീകോവിലിന്റെ നടയ്ക്ക് ഒരൊറ്റ വാതിലേ ഉള്ളൂ ഇല്ലേ? അകത്ത് ദീപാരാധന നടക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരന് കിട്ടുന്ന ഓക്സിജൻ എവിടുന്നാണെന്നറിയോ? ഈ നല്ലെണ്ണ കത്തുമ്പോഴാണ് ഓക്സിജൻ കിട്ടുന്നത്. നല്ലെണ്ണ കത്തിയാൽ കിട്ടുന്ന ഓക്സിജനാണ്. ചുമ്മാ ഒന്നുമല്ല അമ്പലത്തിൽ നല്ലെണ്ണ അടിച്ച് കത്തിക്കാൻ പറയണേ. നല്ലെണ്ണ, ഓടത്തിന്റെ എണ്ണ, മരോട്ടി എണ്ണ എഴുതി വെച്ചോളൂ. നല്ലെണ്ണ, ഓടത്തിന്റെ എണ്ണ, അത് ഈ കാവുകളിലൊക്കെ കാണും. കാവൊക്കെ നശിപ്പിച്ചില്ലേ ഇപ്പൊ? പുന്നയ്ക്ക എന്ന് പറഞ്ഞാൽ അറിയോ? പുന്നയ്ക്ക അറിയോ? അതറിയാമല്ലോ. അതിന്റെ എണ്ണയ്ക്കും ഓക്സിജനാ കിട്ടുന്നേ. സുചീന്ദ്ര മന്ദിരത്തിൽ നിന്ന് മാർത്താണ്ഡവർമ്മ കൊട്ടാരത്തിലേക്ക് പോകാനൊരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നുകിൽ പുന്നയ്ക്ക എണ്ണ കൊണ്ടോ, അല്ലെങ്കിൽ മരോട്ടി എണ്ണ കൊണ്ടോ, അല്ലെങ്കിൽ ഓടത്തിന്റെ എണ്ണ കൊണ്ടോ, അല്ലെങ്കിൽ നല്ലെണ്ണ കൊണ്ടോ കത്തിച്ച പന്തം കൊണ്ട് അകത്തൂടെ പാവുന്ന. ഇത് കത്തിക്കുമ്പോൾ അകത്തൂടെ പോകുമ്പോൾ ഓക്സിജൻ കിട്ടും. ഇല്ല ചത്തു പോകും, അങ്ങനെ അത് ചെല്ലിയല. അപ്പൊ ഇത് ഈ ഓക്സിജൻ കിട്ടുമ്പോൾ അപ്പൊ ഈ ഒരു വാതിലല്ലേ ഉള്ളൂ. ഈ കാവിന്റെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നശിപ്പിച്ച് കളഞ്ഞതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ കാവിന്റെ